ഇതെൻ്റെ മൂത്ത ആങ്ങളുടെ വീടിൻ്റെ കവാടമാണ് കേട്ടോ. കണ്ടോണേ. പൂക്കളും ചെടികളും ഒക്കെ ആയിട്ട് നിറഞ്ഞു നിൽക്കുന്ന, പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ പറ്റുന്ന ഒരു സ്ഥലം. എൻ്റെ മൂത്താങ്ങളുടെ വീടാണ്. ഹോ, തുമ്മിപ്പോയി. രണ്ട് തുമ്മി വീഡിയോ പിടിക്കുമ്പം തുമ്മുന്ന എന്തിനാ? മോശം. എന്നാലും സാരമില്ല കേട്ടോ, പിടിച്ചേക്കാം. ഞാൻ സ്വന്തമായിട്ട് പിടിക്കുന്ന കേട്ടോ. അങ്ങേ വശത്ത് പറമ്പിൻ്റെ ഒരു സൈഡ് മുഴുവൻ ചെടികളും കൃഷികളാണ്. ചേമ്പ് അങ്ങനെ വകേറെ സാധനങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇതെല്ലാം പുള്ളിക്കാരൻ സ്വന്തമായിട്ടുണ്ടാക്കിയ ചെടിച്ചട്ടികളാണ് കേട്ടോ. കണ്ടോ, മനോഹരമായ ചെടിച്ചട്ടികളിങ്ങനെ സ്വന്തമായി ഉണ്ടാക്കി, പൂക്കളൊക്കെ സ്വന്തമായി അലങ്കരിച്ച്. ഇത് ഈ മരം കണ്ടോ, നമ്മുടെ പിസ്സയാണ് കേട്ടോ. പിസ്സ മരമാണിത്. പിസ്സ ഉണ്ടാവുമെന്ന് പറഞ്ഞ് കുഴിച്ച് വെച്ചിരിക്കുകയാണ്. ഉണ്ടായാലറിയാം. ചെടികൾ, ഒരു പുളിമരം നട്ടു പിടിപ്പിച്ചിട്ടുണ്ട്. പിന്നെ കുരുമുളക് ചെടികൾ ഇങ്ങനെ മനോഹരമായി ഉണ്ടാക്കി. ഇതെല്ലാം പുള്ളിക്കാരന് സ്വന്തമായി ചെയ്യുന്ന തൊഴിലാണ് കേട്ടോ. പണിക്കാരോ വേലക്കാരോ ആരെയും വെക്കാതെ സ്വന്തമായ പ്രയത്നം കൊണ്ട് മനോഹരിത. വയസ്സാം കാലമാകുമ്പോൾ, പ്രായമാകുന്ന സമയത്ത്, വയസ്സാം കാലത്ത് എന്താ പറയുക, സായാഹ്ന സമയങ്ങൾ ആനന്ദപ്രദമാക്കാൻ എനിക്ക് വലിയ സാഹിത്യമൊന്നും അറിയത്തില്ല കേട്ടോ. എന്നാലും ഞാനങ്ങ് പറയുവാണേ. ഉണ്ടാ, ഒരു കപ്പളമുണ്ട് ഇങ്ങനെ ആക്കാൻ വേണ്ടിയിട്ട്. നമ്മുടെ എന്താ പറയുക, വീടിന് ചുറ്റും ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി പിടിപ്പിച്ച് അതിമനോഹരമായിട്ട് ഒരു സംഭവം എന്ന് വേണം പറയാൻ. പിന്നെ ഇതിങ്ങനെ അങ്ങോട്ട് അകത്തോട്ട് പോയി കഴിഞ്ഞാൽ ഇതാണ് പുള്ളിയുടെ മീൻകുളം. ഉണ്ടോ, ഇത് മീൻകുളത്തിൻ്റെ വാതിലാണേ. ഈ മീൻകുളം എന്ന് പറഞ്ഞാൽ ഇതൊരു ഭയങ്കര സംഭവമാണ്. ഇത് സംഭവം എന്ന് ഉദ്ദേശിക്കാൻ കാര്യം, പുള്ളിക്കാരൻ തന്നെ ഉണ്ടാക്കി സ്വന്തം കഴിവുകൊണ്ടുള്ള പണികളാകുമ്പോൾ അതിനാണ് മനോഹാരിത കൂടുന്നത്. സ്വന്തമായി ചെയ്യുമ്പോൾ അത് പണിക്കാരെ അത് നിർത്തി ചെയ്യുന്ന ഒരു പരിപാടിയൊന്നുമല്ല. ഇതെല്ലാം സ്വന്തം പരിപാടിയാണ്, കൈപ്പണികളാണ്. ഉണ്ടോ, ഉണ്ടോ മീനുകൾ പറന്ന് കിടക്കുന്നു. മീൻകുളത്തിന് നടുക്കൊരു മനോഹരമായ എന്താ പറയുക, തിരികേൽ ഇങ്ങനെ കിടന്ന് നിൽക്കുന്നു. ഇതിനെ കാണേണ്ട ഒരു കാഴ്ച, ഇതെല്ലാം പുള്ളി ചെയ്യുന്ന ഫിൽറ്റർ ടാങ്കാണ്. പുള്ളി ഒരു പ്ലംബറാണ്. പ്ലംബിങ്, ഇലക്ട്രീഷ്യൻ എല്ലാം കൂടെ കൂടിയൊരു മനുഷ്യനാണ്. എല്ലാം പുള്ളി സ്വന്തം പരവിരുതാണ് ഇതെല്ലാം കേട്ടോ. ഇതൊക്കെ ഒന്ന് നിങ്ങളെ കാണിച്ചേക്കാമെന്ന് വിചാരിച്ചു. ഇഷ്ടമായെന്നാൽ എല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ചേക്ക് കേട്ടോ. ഇത് പുള്ളിയുടെ വീട്. പിന്നെ വീട് മുന്നേ കാണിച്ചില്ല. മുറ്റത്തൊരു കിണർ. പിന്നെ പുള്ളി ഇപ്പം വെളുത്തുള്ളിക്ക് വില കൊണ്ടമാനം കൂടിയത് കാരണം പുള്ളി വെളുത്തുള്ളി കൃഷി തുടങ്ങി നോക്കിയതാണ് കേട്ടോ. ഇത്രയേ ഉള്ളൂ കേട്ടോ. പാവം, ആദ്യമായിട്ട് ചെയ്യുന്നതല്ലേ. അപ്പോൾ അതങ്ങോട്ട് വരട്ടെ. പിന്നത്തെ ഇതിൻ്റെ പേരെനിക്കറിയില്ല, എന്നാലും കൊള്ളാം, നല്ല ഭംഗിയുണ്ട് ഇതൊക്കെ കാണാൻ. പിന്നെ പാഷൻ ഫ്രൂട്ട് കയറി കിടക്കുന്നു. ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. ഒരു കൊച്ചു തെങ്ങുണ്ട്. പിന്നെ വലിയൊരു തെങ്ങ് വേറെ ഉണ്ട് കേട്ടോ. ഇതൊക്കെ പഴയ വീടിൻ്റെ സ്ഥലത്തുണ്ടാക്കി വെച്ചിരിക്കുന്ന കാഴ്ചകളാണ്. അപ്പോൾ ഓക്കെ, ഇഷ്ടമായെന്ന് തോന്നുന്നു. ഇഷ്ടമായെങ്കിൽ ഓക്കെ. ഒരു ജാതിമരം ഉണ്ട് കേട്ടോ, ഞാനത് പറയാൻ മറന്നു പോയായിരുന്നു.
ഒരു ജാതിമരമുണ്ട്. പിന്നെ ഇപ്പോൾ പുൽക്കൂടുണ്ടാക്കി, പുൽക്കൂടും ഒരു കൊച്ചു പുൽക്കൂട് ഉണ്ടാക്കി മനോഹരമായിട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. പിന്നെ ഇതെല്ലാം കണ്ട് ആസ്വദിക്കാൻ വേണ്ടിയിട്ട് പുള്ളിക്കാരൻ ഉണ്ടാക്കിയിരിക്കുന്നതാണ് ഇതൊരു ഊഞ്ഞാൽ. ഇതൊക്കെ പുള്ളി സ്വന്തമായി ഉണ്ടാക്കുന്ന കേട്ടോ. ഉണ്ടോ, ഇതിലിരുന്നിങ്ങനെ ആടുക, ആടി ഇതൊക്കെ കണ്ടിരുന്നിങ്ങനെ ആസ്വദിക്കുക എന്നുള്ളതാണ് പുള്ളിയുടെ ഹോബി. അത് കാറ്റ് കൊള്ളാൻ വേണ്ടിയിട്ട് ഫാൻ്റെ കീഴിലോട്ട് കാറ്റ് ഊഞ്ഞാലിലോട്ട് കാറ്റ് കൊള്ളാൻ ഒരു ഫാനൊക്കെ ഫിറ്റ് ചെയ്ത് അങ്ങനെ വെച്ചിരിക്കുന്നു. ഓക്കെ, ബായ്. ഇഷ്ടമായെങ്കിൽ പറയണം കേട്ടോ.